ഈ 126 കോടി കൊടുത്തു എന്നാണ് സ്പോൺസർ ഇപ്പോഴും പറയുന്നത്. അപ്പൊ അക്കാര്യത്തിൽ സർക്കാരിന് അല്ല, അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല. 126 കോടി എന്ന് പറഞ്ഞാൽ 126 കോടിയല്ലേ, 126 രൂപയല്ലല്ലോ. 126 കോടി രൂപ നൽകിയെങ്കിൽ ആ 126 കോടി രൂപ നഷ്ടം സംഭവിച്ചു. അല്ലെ, നഷ്ടമാണ് 126 കോടി രൂപ ആ സ്വകാര്യ സ്പോൺസർക്ക് സംഭവിച്ചത്. അപ്പൊ അതിലെന്തെങ്കിലും ലീഗൽ ക്ലോഷർ ഉണ്ടായിരുന്നു? അങ്ങനെ പണം നൽകിയതിന് ശേഷം ആ പണം തിരിച്ചു കിട്ടിയില്ല എങ്കിൽ ടൂർ പ്രൊഡന്റുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റിൽ അത് സ്വകാര്യ വ്യക്തിയും അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനിയും അവരും തമ്മിലുള്ള കരാറാണെന്ന് വെക്കാം. അപ്പൊ ആ കരാറിൽ സർക്കാർ കൂടി പലതരത്തിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു ക്ലോഷർ ഉണ്ടാവേണ്ടേ? ഈ പണം നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരണ്ടേ? അതിനെന്താണ് കോമ്പൻസേഷൻ? എന്താണ്? അല്ലെങ്കിൽ ആ പണം വിദേശത്തേക്ക് പോയി, ആ പണം ഇപ്പോൾ ആരുപയോഗിക്കുന്നു? അതെന്തിനാണ് പോയത്? എങ്ങനെയാണ് ഉണ്ടായത്? ഇത്തരം കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെന്തുകൊണ്ട് പരാതി ഉണ്ടാകുന്നില്ല? അല്ല, അത് സ്വാഭാവികമായിട്ടും അവരുടെ വ്യക്തിയുടെ കാര്യം. അല്ല, അതെല്ലാം അവരുടെ അന്താരാഷ്ട്ര കോടതിയിൽ അതിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. പക്ഷേ ഈ 126 കോടി രൂപ നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്. രണ്ട് കാര്യമാണ് ഞാനതിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഗോട്ടാട് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് വന്ന ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷനിലാണ് ഈ ചർച്ച തുടങ്ങുന്നത്. ഗോട്ടാട് എന്ന് പറയുന്ന കമ്പനിയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, വെറും 1 ലക്ഷം രൂപ മാത്രം പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള ഒരു മാസം മാത്രം 20 ദിവസം മുമ്പ് മാത്രം ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ RBCയിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. RBCയുടെയും ഗോട്ടാടിന്റെയും ഒരേ ഇമെയിൽ മറ്റേ അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അവരുടെ രജിസ്ട്രേഷൻ ഓഫ് അഡ്രസ് ആണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത് തുടക്കം മുതലേ ഒരു സ്ഥാപനം തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്ത് വന്ന, അല്ലെങ്കിൽ ഒരു സ്പോൺസർ തന്നെ ഇനീഷ്യേറ്റീവ് വന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതിലെ ഈ സ്പോൺസറെ തെരഞ്ഞെടുക്കുന്നതിൽ, ഈ ഏജൻസിയെ തെരഞ്ഞെടുക്കുന്നതിൽ ഇവർക്ക് മുൻകാലങ്ങളിൽ പരിപാടി നടത്തി ശീലമുണ്ടോ പരിചയമുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു സുതാര്യത ഉണ്ടായിട്ടില്ല. ഒരു ഓപ്പൺ ബിഡിംഗ് ഉണ്ടായിട്ടില്ല. ഇതൊന്നുമില്ലാതെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അവരെ പ്രൊക്യൂർ ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് പിന്നെ ആശങ്കകൾ സ്വാഭാവികമായിട്ടും അന്വേഷണ വിധേയമാക്കപ്പെടേണ്ട കാര്യമല്ലേ? അപ്പൊ അത് അന്വേഷിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. അതുകൊണ്ടാണ് ഞങ്ങൾ കായികവകുപ്പ് ഈ ഫയല് പിന്നെ ധനവകുപ്പിന്റെയും നിയമവകുപ്പിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായ കാര്യകൊണ്ടാണ് അത് കൈകാര്യം എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും നിലവിലെ ഫയലുകളിലില്ല. എങ്ങനെയാണ് ഒരാൾക്ക് മാത്രം അതിന് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാൻ ശേഷിയുള്ളതുമായ ഒരുപാട് ഏജൻസികളും സംഘടനകളൊക്കെ നമ്മുടെ രാജ്യത്തിനകത്തുണ്ടല്ലോ. അപ്പൊ അവരുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഒന്നും തന്നെ വന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അവരെ തെരഞ്ഞെടുത്തതിൽ സുതാര്യത പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നം. അപ്പൊ ഇതിൽ ഇന്നലെ ചില മാധ്യമപ്രവർത്തകർ ചോദിച്ച പോലെ ഇതിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി വരുന്ന നിൽക്കുന്ന എവിടെയാണ്? അത് ഭരണഘടനാപരമായ റെസ്പോൺസിബിലിറ്റിയാണ് ഒന്ന് വന്ന് നിൽക്കുന്നത്. ഇനി സ്പോൺസറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സാമ്പത്തിക ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം വേറെയാണ്. അത് മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇവിടെ ഭരണഘടനാപരമായ ഒരു ചുമതലയിൽ നിൽക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി, അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരവും അല്ലെങ്കിൽ അവരൊക്കെ തന്നെ ബന്ധപ്പെട്ട ഒരു കേസാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായി സർക്കാർ അറിയാതെ, സർക്കാരിന്റെ കയ്യിൽ കൃത്യമായ രേഖകൾ ഉള്ളിടത്തോളം കാലം സർക്കാർ അറിയാതെയാണ് പോകുന്നത് എങ്ങനെയാണ് പറയുന്നത്? സർക്കാരിന്റെ കൈവശം ഉണ്ടാകുന്ന രേഖകൾ എന്ന് പറയുന്നത് പൂർണ്ണമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മുൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രൊസീജിയർ ലാപ്സ് ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതൊന്നും പരിശോധിക്കാതെയാണോ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് കായിക സെക്രട്ടറിയുടെ? അല്ല, അത് പരിശോധിച്ചിട്ടാണല്ലോ ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് പരിശോധിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടതായി വന്നത്. അതിൽ ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ആ ഇമെയിൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി ഒരു പിന്നെ മെയിലായാലും ഒരു കത്തായാലും ഒരു പ്രൊപ്പോസൽ ആയാലും അത് സർക്കാർ തലത്തിൽ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ അത് പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ റൂൾസ് ഓഫ് പ്രൊസീജിയർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കാൻ മന്ത്രിയുടെ ഓഫീസ് ബാധ്യസ്ഥരാണ്. അത് പാലിക്കപ്പെട്ടിട്ടില്ല. കേന്ദ്ര സർക്കാർ അനുമതി ഉണ്ടായിരുന്നു, കേന്ദ്ര സർക്കാർ അനുമതിയും അങ്ങനെയല്ല. അതൊന്നും പ്രൊസീജിയർ ലാപ്സിനെ അല്ലല്ല. ഒരു സെക്കൻഡ് അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, അതൊന്നും ഒരു പ്രൊസീജിയർ ലാപ്സിനെ ന്യായീകരിക്കുന്നതല്ല. ഒരു ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തത്തിൽ വരുത്തിയിട്ടുള്ള പാളിച്ചകളെ ന്യായീകരിക്കുന്നതല്ല. അതെല്ലാം ചില കമ്മ്യൂണിക്കേഷൻസ് മാത്രമാണ്. അത് തുല്യതയല്ലല്ലോ. ഒന്ന്, ഭരണഘടനാപരമായി ഉണ്ടായിരുന്ന ഒരു ഓഫീസ് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഒന്ന്, അതിനെ കാണേണ്ടതും മറ്റു കാര്യങ്ങളെ കാണേണ്ടതും രണ്ടും രണ്ട് തലത്തിലാണ്. അപ്പോൾ രണ്ടാമത് ഈ സ്പോൺസറെ തെരഞ്ഞെടുത്ത രീതിയിലാണല്ലോ ആദ്യത്തെ ആക്ഷേപം നിൽക്കുന്നത്. എന്തുകൊണ്ട് സുതാര്യമായ ഒരു സ്പോൺസർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സുതാര്യത ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്. മാത്രമല്ല, ഇതിന്റെ ലാഭവിഹിതം ആർക്കാണ് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇത് കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തപ്പെടുന്ന ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട
ആളുകൾ പങ്കെടുക്കുന്ന കളിക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യം കേരളത്തിലേക്ക് വന്ന് പങ്കെടുക്കപ്പെടുന്ന ഒരു ടൂർണമെന്റ്, അതിന്റെ ടിക്കറ്റിംഗ് എങ്ങനെയാണ്, അതിന്റെ ടിക്കറ്റിംഗിന്റെ പ്രോഫിറ്റ് ആർക്കാണ്, അതിന്റെ നികുതി ഘടന എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വേണ്ടേ. GCDയിലെ കൈവശമിരിക്കുന്ന ഒരു സ്റ്റേഡിയം പിന്നെ സ്പോൺസർക്ക് വിട്ടുകൊടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കരാറുകളിൽ ഇപ്പോൾ ഇന്നലെ തന്നെ GCD ചെയർമാൻ പറഞ്ഞ കാര്യങ്ങളിലും കുറച്ച് അവ്യക്തത ഉണ്ടായിട്ടില്ലേ. അപ്പൊ ഈ അവ്യക്തതകളെല്ലാം പരിഹരിക്കപ്പെടണം എന്നുള്ളത് മാത്രമാണ് ഗവൺമെന്റ് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള അന്വേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനർത്ഥം മറ്റേതെങ്കിലും പിന്നെ ഫോക്കസ് ചെയ്യുന്നതെന്ന് അർത്ഥമില്ല.